എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ കുട്ടപ്പൻ അവൻ ആ നയൻ ടൈൽ ഫോമില് മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അവന്റെ തൊട്ടു പുറകിലായിട്ട് ഇപ്പൊ കില്ലർ ബി ടെൻഷനായിട്ട് കുട്ടപ്പൻ ഇങ്ങനെ ആ നയൻ ടൈലിന്റെ പവർ അത് ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അവന്റെ ചക്ര പവർ അത് വേഗം തീർന്ന് അവൻ എന്തെങ്കിലും ഉറപ്പായിട്ട് സംഭവിക്കും. അതിനാ എയ്ത്ത് ടൈല് കുട്ടപ്പൻ അവൻ ആ നയൻ ടൈലിന്റെ പവർ അത് നല്ലതുപോലെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അവൻ ഇതുവരെ ആ നയൻ ടൈലുമായിട്ട് നല്ലൊരു ബോണ്ട് ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഉറപ്പായിട്ടും ഇങ്ങനെ മുൻപോട്ട് പോയാ അവന്റെ മുഴുവൻ ചക്ര പവറും നഷ്ടപ്പെട്ട് അവൻ മരിച്ചു പോവും. സോ എത്രയും പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് പോ. കട്ട് ചെയ്താ ഇപ്പൊ കുട്ടപ്പൻ അവന്റെ ഉള്ളിലെ ആ നയൻ ടൈല് അത് കുട്ടപ്പനോട് പറയും, നീ ഒരാവശ്യമില്ലാതെ എന്റെ ചക്ര പവർ അത് വേസ്റ്റ് ചെയ്യാണ്. അത് കേട്ട് കുട്ടപ്പൻ അവൻ ഒരു സെക്കൻഡ് ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ഫ്ലാഷ് ബാക്കില് കുട്ടപ്പൻ ഇറൂക്കയ്ക്ക് വാക്ക് കൊടുത്ത ആ കാര്യങ്ങളൊക്കെ അവൻ ഓർമ്മ വരും. എന്തൊക്കെ സംഭവിച്ചാലും ഈ വാറ് അത് ഞാൻ തന്നെ സ്റ്റോപ്പ് ചെയ്യും. ലോകത്തിലെ സമാധാനം അത് ഞാനായിരിക്കും ഇനി മുതല് പുനഃസ്ഥാപിക്കുക. കട്ട് ചെയ്ത കുട്ടപ്പൻ അവനിപ്പോ ആ നയൻ ടൈലിനോട് പറയും, എനിക്ക് ഈ വാറ് അതെന്ത് വില കൊടുത്തും സ്റ്റോപ്പ് ചെയ്തേ പറ്റൂ. ഉറപ്പായിട്ടും ലോകത്തിലെ സമാധാനം ഞാൻ പുനഃസ്ഥാപിക്കും. അത് കേട്ട നയൻ ടൈല് അവൻ ചിരിക്കും. അവൻ പറയും, നീ ആരോടാണ് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് ഇതുവരെ നിനക്ക് മനസ്സിലായിട്ടില്ല. അത് മറ്റാരുമല്ല, ആ മാതുര ഉച്ചയാണ്. അവന്റെ മുൻപില് നിന്നെ കൊണ്ട് പിടിച്ചു നിൽക്കാനാവോ? നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, എന്റെ പവർ മുഴുവൻ ഞാൻ നിനക്ക് തരാം. നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിനക്കത് ഉപയോഗിച്ച് വാർ ചെയ്യാം. പക്ഷെ കുട്ടപ്പന് മനസ്സിലാവും ആ നയൻ ടൈല് അത് കുട്ടപ്പനെ പറഞ്ഞു മയക്കി അവന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് കുട്ടപ്പനെ കീഴ്പ്പെടുത്താനാണ് ശ്രമിക്കുന്നതെന്ന്. കുട്ടപ്പൻ ആ നയൻ ടൈലിനോട് പറയും, നിന്റെ മനസ്സിലിരിപ്പ് അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ഈ ഒരു യുദ്ധം അത് കഴിഞ്ഞിട്ട് ഞാൻ നിന്നെ മര്യാദ പഠിപ്പിക്കുമെന്ന് പറഞ്ഞ് കുട്ടപ്പൻ അവിടുന്ന് കടന്നു പോവും. അതിനാ നയൻ ടൈൽ പറയും, നീ ഇപ്പോഴും ഇത് വിശ്വസിച്ചിരിക്കുകയാണല്ലേ? നിന്നെ കൊണ്ട് ഒരിക്കലും ആ മാതുരയെ തകർക്കാൻ കഴിയില്ല. ഇനി അഥവാ നീ അവനെ തകർക്കുകയാണെങ്കിൽ തന്നെ ആ ഒരു വെറുപ്പും പകയും അത് വീണ്ടും നീണ്ടു നിൽക്കും. സോ നിന്റെ ഈ കഷ്ടപ്പാടും ഹാർഡ് വർക്കും ഒക്കെ വെറുതെ ആണെന്ന് പറഞ്ഞ് അതിപ്പോ കുട്ടപ്പനെ കളിയാക്കും. അത് കേട്ട് കുട്ടപ്പൻ അവൻ ഫുൾ കലിപ്പില് ഇപ്പൊ ആ നയൻ ടൈലിനെ നോക്കും. അത് കണ്ട ആ നയൻ ടൈല് അവൻ വീണ്ടും പറയും, ഞാൻ പറയുന്നത് നീ കേൾക്കില്ല അല്ലേ? ഇപ്പൊ ആ വാറ് അത് ഓൾമോസ്റ്റ് പകുതി ആയിരിക്കുകയാണ്. ഇപ്പൊ തന്നെ അവര് പരസ്പരം തല്ലിയും ഫൈറ്റ് ചെയ്തും കൊന്നും അവരുടെ പക അത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അവർക്കിപ്പോ പരസ്പരം പകയും വെറുപ്പും മാത്രമാണ്. കട്ട് ചെയ്ത ഇപ്പൊ ആ യുദ്ധഭൂമി കാണിക്കും. അവിടെ ഒരു ഷിനോബി അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് മരിച്ചു കിടക്കുകയാണ്. അവൻ ഒരുപാട് കലി കയറി അടുത്തുണ്ടായിരുന്ന സെഡ്സുവെ അങ്ങനെ വെട്ടിക്കീറി അറഞ്ചം പൊറഞ്ചം തല്ലിക്കൊല്ലും. കട്ട് ചെയ്ത നയൻ ടൈല് അതിപ്പോ വീണ്ടും പറയും, പണ്ടൊരിക്കല് നിനക്ക് സാസുക അവനോടും നിനക്ക് ഒരുപാട് പകയുണ്ടായിരുന്നു. അപ്പൊ കുട്ടപ്പൻ അവൻ ഫ്ലാഷ് ബാക്കില് ചെറുപ്പത്തിലുണ്ടായ ആ ബാറ്റില് അതൊക്കെ ആലോചിക്കാൻ തുടങ്ങും. ഫ്ലാഷ് ബാക്കില് ഇപ്പൊ ആദ്യത്തെ ഫൈറ്റ് ചോച്ചിയും ഷിക്കമരും തമ്മിലാണ്. ചോച്ചി പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഷിക്കമരു അവൻ എന്റെ ഫ്രണ്ടാണ്. സോ ഞാൻ ഒരിക്കലും അവനുമായിട്ട് ഫൈറ്റ് ചെയ്യില്ല. പക്ഷെ ഇറൂക്ക സെൻസായി ആള് വീണ്ടും അവരെ നിർബന്ധിക്കും, ഫൈറ്റ് ചെയ്യ്, ഇതൊരു മത്സരമാണ്, മാത്രമല്ല പാർട്ട് ഓഫ് നിങ്ങളുടെ ട്രെയിനിങ്ങും. അത് കേട്ട് ഷിക്കമരു അവൻ മാസ്റ്റർ അടുത്തേക്ക് വന്ന് പറയും, എനിക്ക് ഫൈറ്റ് ചെയ്യാൻ കഴിയില്ല ഈ ഒരു ബാറ്റില്. അതിൽ ചോച്ച് ജയിച്ചതായിട്ട് നിങ്ങൾക്ക് പ്രഖ്യാപിക്കാം. അത് കണ്ട് ഈനോ അവൾ ഫുൾ കലിപ്പില് ഇപ്പൊ അവരോട് പറയും, നിങ്ങൾ എന്താ ചെയ്യണേ? ഇത് നമ്മുടെ ട്രെയിനിങ് ആണ്. സോ ഉറപ്പായിട്ടും നിങ്ങൾ പരസ്പരം ഫൈറ്റ് ചെയ്യണം. ഇപ്പൊ നമ്മള് പരസ്പരമുള്ള സ്നേഹമോ ഫ്രണ്ട്ഷിപ്പോ ഒന്നും ചിന്തിക്കാൻ പാടില്ല. അപ്പൊ അത് കേട്ട് സാക്കുറ അവളിപ്പോ ഈനോട് ചോദിക്കും, നിനക്ക് ഇവര് രണ്ടുപേരെയും മുൻപേ അറിയോ? അതിന് ഈനോ പറയും, അറിയാം, അവർ രണ്ടുപേരും ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ആണ്. ഉടനെ ഷിക്കമരുവും ചോച്ചിയും അവരിപ്പോ അടുത്തേക്ക് വന്ന് യൂണിസെൻ സൈനൊക്കെ കൊടുത്ത് പരസ്പരം നോക്കി ചിരിക്കും. അത് കാണുമ്പോ ഇപ്പൊ ഇറൂക്ക മാസ്റ്ററിനും ഒരുപാട് സന്തോഷാവും. അടുത്തതായിട്ട് കുട്ടപ്പന്റെ മാച്ചാണ്. കുട്ടപ്പന്റെ ഓപ്പണന്റ് അത് മറ്റാരുമല്ല, സാക്ഷാൽ സാസുക. അവനെ കാണുമ്പോ തന്നെ പെമ്പിള്ളാർക്കാണെങ്കിൽ ഒരുപാട് അങ്ങോട്ട് ഇഷ്ടാവും. മാത്രമല്ല അവന്റെ പേരൊക്കെ വിളിച്ച് ചേർ ചെയ്യാൻ തുടങ്ങും. ഇവിടെ കുട്ടപ്പനാണെങ്കിൽ അതൊന്നും തീരെ പിടിക്കില്ല. സാസുകയെ ഇടിച്ച് പഞ്ചറാക്കാൻ കുട്ടപ്പൻ ചാടി ചാടി നിൽക്കും. കുട്ടപ്പൻ വിളിച്ചു പറയും, ഇവനെ ഇവിടെ വെച്ച് ഞാൻ തല്ലി ഓടിക്കും. അതിന് സാസുക അവൻ ക്യാഷ്വലായിട്ട് പറയും, നിന്നെപ്പോലൊരു മണ്ടനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോലും എനിക്ക് തീരെ ഇഷ്ടമല്ല. അത് കേട്ട് ഇറൂക്ക സെൻസായി ആൾ ടെൻഷനായിട്ട് പറയും, ഇത് നിങ്ങളുടെ പരസ്പരമുള്ള ദേഷ്യം തീർക്കാനുള്ള സ്ഥലമോ സമയമോ അല്ല, ഇതൊരു ഫ്രണ്ട്ലി മാച്ചാണ്. സോ നിങ്ങൾ ആദ്യമായിട്ട് വൺ ഹാൻഡ് സൈൻ അത് കൊടുത്ത്
ഫ്രണ്ട്ലി ആയിട്ട് മാച്ച് സ്റ്റാർട്ട് ചെയ്യ്. പക്ഷെ നമ്മുടെ കുട്ടപ്പന് അവനതൊന്നും ഒട്ടും ഇഷ്ടാവില്ല. അവൻ ചെവിയൊക്കെ ചൊറിഞ്ഞ് കാലൊക്കെ മാന്തി അങ്ങനെ നിൽക്കും. അതിന് ഇറൂക്ക സെൻസായി ആൾക്ക് കരി കയറും. കുട്ടപ്പ, നീ ഈ സമയത്ത് പോലും ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലല്ലേ? ഞാനാണ് നിന്റെ മാസ്റ്റർ. കുറച്ചെങ്കിലും മര്യാദ നിനക്കെനിക്ക് തന്നൂടെ? അതിന് കുട്ടപ്പൻ പറയും, ഐ എം സോറി, ഞാനിപ്പോ ഈ ബാറ്റിലിന് തയ്യാറാണ്. അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം കൈയൊക്കെ കൊടുത്ത് ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. അടുത്ത സെക്കൻഡില് ഇപ്പൊ മാച്ച് സ്റ്റാർട്ട് ചെയ്യും. ഒരൊറ്റ മിനിറ്റ് കൊണ്ട് തന്നെ സാസുക അവൻ കുട്ടപ്പനെ മലത്തെ അടിച്ച് അവന്റെ മോന്തക്കിടിക്കാൻ കൈ ചുരുട്ടി കൊണ്ടുവരും. അത് കണ്ട് ചുറ്റും ഉണ്ടായിരുന്ന പെമ്പിള്ളേര് അവര് വല്ലാതെ അങ്ങോട്ട് ഇംപ്രസ്ഡ് ആയിട്ട് സാസുകയുടെ പേര് വിളിച്ച് ചിയർ ചെയ്യാനായിട്ട് ആരംഭിക്കും. കുട്ടപ്പനാണെങ്കിൽ അങ്ങനെ ഫ്രീസ് ആയിട്ട് കിടക്കുകയാണ്. കാരണം സാസുക അവനിപ്പോ കുട്ടപ്പനെ തന്നെ തുറിച്ചു നോക്കുകയാണ്. അത് മറ്റുള്ളവർ നോക്കും പോലെയല്ല, മറിച്ച് അവന്റെ കണ്ണുകളില് സഹതാപമാണ് കുട്ടപ്പൻ കാണാ. ഉടനെ സാസുക അവനിപ്പോ കുട്ടപ്പനെ പഞ്ച് ചെയ്യാതെ അങ്ങനെ എഴുന്നേറ്റ് പോവും. മാസ്റ്റർ പറയും, നിങ്ങൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് ഈ ഒരു മാച്ച് അത് അവസാനിപ്പിക്കണം. അപ്പോഴായിരിക്കും കുട്ടപ്പൻ അവൻ വീണ്ടും വമ്പ സ്റ്റൈലില് ഇപ്പൊ ഡയലോഗ് അടിക്കാൻ തുടങ്ങും. എന്തു പറ്റി? നീ പേടിച്ചു പോയോ? ആക്ച്വലി എന്റെ കാലൊന്ന് തെന്നിപ്പോയി, അതുകൊണ്ടാണ് നിന്റെ ആദ്യത്തെ അടിയില് ഞാൻ വീണുപോയത്. എന്റെ കണ്ണിലെ ഫയർ കണ്ട് നീ പേടിച്ചു പോയല്ലേ? അതുകൊണ്ടല്ലേ നീ ഇപ്പൊ എന്നെ ഇടിക്കാതെ തിരികെ പോയത്? നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ ഒന്നുകൂടെ തിരിച്ചു വാ, അപ്പൊ ഞാൻ ആരാണെന്ന് നിനക്ക് കാണിച്ചു തരാം. കെബയാണെങ്കിൽ കുട്ടപ്പൻ അവൻ ഇങ്ങനെ ഒരു മണ്ടനാണല്ലോ എന്ന് പറഞ്ഞ് ഇപ്പൊ തലയ്ക്ക് കൈ കൊടുക്കും. മാസ്റ്ററിനാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. മാസ്റ്റർ കൈ ചുരുട്ടി ഒരൊറ്റ അടി കൊടുക്കും കുട്ടപ്പന്റെ തലക്കിട്ട്. എന്നിട്ട് വീണ്ടും അവർ പരസ്പരം കൈ കൊടുത്ത് ഇപ്പൊ ഷർട്ടിൽ കയറി പിടിക്കും. സാസുക പറയും, ഞാൻ നീയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ റെഡിയാണ്. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഞാനുമായിട്ട് ഇപ്പൊ ഫൈറ്റ് ചെയ്യ്. ഉടനെ ഇറൂക്ക മാസ്റ്റർ അവരെ രണ്ടുപേരെയും പിടിച്ചു വലിക്കും. കുട്ടപ്പൻ ഉടനെ അവൻ ഉഷാറായിട്ട് ഓടി ഇപ്പൊ മതില് ചാടി റൂമിലേക്ക് പോവും. കട്ട് ചെയ്താ ഇപ്പൊ നയൻടൈല് അത് കുട്ടപ്പനോട് പറയും, നീ ആക്ച്വലി കരുതിയത് നിന്റെ മനസ്സിലുള്ള ആ ഒരു വെറുപ്പും പകയൊക്കെ ഇറേസ് ചെയ്തു എന്നല്ലേ? പക്ഷെ ആക്ച്വലി അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. അവർ നിന്നെയാണ് ഇപ്പൊ തോൽപ്പിച്ചിരിക്കുന്നത്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് കുട്ടപ്പനും സാസുകയും അവർ രണ്ടുപേരും അവസാനമായിട്ട് ഫൈറ്റ് ചെയ്ത ആ ഒരു സിറ്റുവേഷൻ അതിപ്പോ കുട്ടപ്പൻ ഓർക്കും. അപ്പൊ സാസുക അവൻ കുട്ടപ്പനോട് പറയും, നീ എന്തൊക്കെ ചെയ്തിട്ടും പറഞ്ഞിട്ടും യാതൊരു കാര്യമില്ല. എന്തൊക്കെ സംഭവിച്ചാലും എനിക്കെന്റെ ലക്ഷ്യം അത് മാത്രമാണ് വലുത്. നിന്നെയും ലീഫ് വില്ലേജിനെയും അതെല്ലാം തന്നെ ഞാൻ തല്ലി തകർക്കും. പക്ഷെ അത് കേട്ട് കുട്ടപ്പൻ അവൻ ചിരിക്കും. കട്ട് ചെയ്ത നൈറ്റയില് അത് വീണ്ടും പറയും, നിന്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള സാസുക അവന്റെ മനസ്സിലുള്ള വെറുപ്പിനെ അതിനെപ്പോലും നിന്നെ കൊണ്ട് ചേഞ്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള നീയാണോ ഒറ്റയാളായി നിന്ന് ഈ ഒരു വാറ് അത് സ്റ്റോപ്പ് ചെയ്ത് എല്ലാവരുടെയും ദേഷ്യവും വെറുപ്പും പകയൊക്കെ മായ്ച്ചു കളഞ്ഞ് ഈ ലോകത്ത് സമാധാനം പുനഃസ്ഥാപിക്കാൻ പോകുന്നേ? അത് കേട്ട് കുട്ടപ്പൻ അവൻ ഓടി ഇപ്പൊ നയൻടൈൽ അടുത്തേക്ക് വരും. എന്നിട്ട് അവന്റെ പവർ ഉപയോഗിച്ച് അതിനെ വീണ്ടും സീൽ ചെയ്ത് ഇപ്പൊ താഴേക്കിടും. ഉടനെ നയൻടൈല് അതങ്ങനെ ഫ്രീസ് ആയി പോയി ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. വർഷങ്ങൾക്ക് മുൻപ് ആ ഒരു നയൻടൈലിനെ മിനട്ടോ ആള് കുട്ടപ്പന്റെ ബോഡിയില് നയൻടൈലിനെ സീൽ ചെയ്ത ആ ഒരു സിറ്റുവേഷൻ. ചെറുപ്പം മുതലേ കുട്ടപ്പന്റെ എല്ലാ ദേഷ്യവും വെറുപ്പും പകയും ക്യാരക്ടറും അങ്ങനെ എല്ലാ കാര്യങ്ങളും കണ്ടും തിരിച്ചറിഞ്ഞാണ് ആ നയൻടൈല് കുട്ടപ്പന്റെ ബോഡിയിൽ ഉണ്ടായിരുന്നത്. അവൻ ഇത്രയൊക്കെ വേദന സഹിച്ചിട്ടും വീണ്ടും എങ്ങനെ അവനെ കൊണ്ട് എങ്ങനെ അവന്റെ ഹേറ്റ്രെഡ് അത് മുഴുവൻ മറന്ന് എല്ലാവരോടും വളരെ സ്നേഹത്തില് പകയൊന്നും വെക്കാതെ ജീവിക്കാൻ കഴിയുന്നു? കുട്ടപ്പൻ അവൻ ശരിക്കും ഒരു അത്ഭുതമാണെന്ന് പറഞ്ഞ് ഇപ്പൊ നയൻടൈൽ കുട്ടപ്പനെ നോക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് അവസാനമായിട്ട് കുട്ടപ്പൻ അവൻ ട്രെയിനിങ് എടുത്ത് ആ നയൻടൈലിനെ അതിനെ അടിച്ചു ചുരുട്ടി അതിന്റെ പവർ പോലും അബ്സോർബ് ചെയ്തെടുത്തു. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ പ്രസന്റ് കാണിക്കും. കുട്ടപ്പൻ ആ നയൻടൈലിനെ അതിനെ വീണ്ടും ലോക്ക് ചെയ്ത് അതിന്റെ കണ്ണിന്റെ തൊട്ടടുത്ത് വന്നിരിക്കും. കുട്ടപ്പൻ ചിരിച്ചിട്ട് ഇപ്പൊ നയൻടൈലിനോട് പറയും, വെറുപ്പും പകയൊക്കെ ഉള്ളത് നിന്റെ മനസ്സിലാണ്. നീ എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തി ബുദ്ധിമുട്ടിച്ചു. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ മനസ്സിലുള്ള ഈ വെറുപ്പും പകയും ഒക്കെ തന്നെ ഞാൻ നിന്നിൽ നിന്ന് ഇല്ലാതാക്കും. ഉടനെ കുട്ടപ്പൻ അവൻ ആ നയൻടൈൽ ട്രാൻസ്ഫോർമേഷനിലേക്ക് മാറി ഇപ്പൊ പുറത്തേക്ക് ഓടും. അപ്പൊ കുട്ടപ്പന്റെ തൊട്ടടുത്തേക്ക് ഇപ്പൊ കില്ലർ ബി എത്തും. അവർ രണ്ടുപേരും തംസപ്പ് അടിച്ച് ആ ബാറ്റിൽ ഫീൽഡിലേക്ക് ചാടി വീഴുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ചാനലായ മല്ലു എപ്പിസോഡില് വൺ പീസിന്റെ പുതിയ 2 എപ്പിസോഡുകൾ കൂടെ അപ്ലോഡ് ആയിട്ടുണ്ട്. കൂട്ടുകാർ തീർച്ചയായിട്ടും ലൂഫിയുടെ പുതിയ കഥകളൊക്കെ കണ്ട് ലൂഫിയെയും സപ്പോർട്ട് ചെയ്യണം. അപ്പൊ അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു.